നാശക്കാരുടെ പടമുണ്ട്. അത് തന്നെയല്ല, അങ്ങേരുടെ പടത്തിൽ അഭിനയിക്കാനും സുഖമാണ്, നമുക്ക് ടെൻഷനൊന്നുമില്ല, നല്ല ഇതായിട്ട് അങ്ങ് പോവാം. പിന്നെ ഒരു മനുഷ്യത്വമുള്ള നല്ലൊരു വ്യക്തിയാണ്. നല്ലൊരു എല്ലാവരോടും പിള്ളേരോട് സങ്കടം പറയുന്നുണ്ട്. ഈ കട്ടപ്പന ഋത്വിക് ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള സഹപ്രവർത്തകർ കുറേ പേര് വന്ന് ഈ ലോഡ്ജിലും അവിടെ ഇവിടെയൊക്കെ വന്നിട്ട് തങ്ങുക, ഫാമിലിയായിട്ട് തങ്ങുന്നുണ്ട് ചിലവർ, ചാൻസിനാണ്. ഋത്വിക് റോഷനിൽ ഞാൻ വന്നിട്ട് ഒരു ഡാൻസ് കളിച്ച് ഒരു സല്യൂട്ട് അടിച്ച് പോയിട്ട് തിരിച്ചു വരുമ്പം ആശാനോട് ഞാൻ പറഞ്ഞു, അവർ ഇവരൊക്കെ അവിടെ നിൽക്കുക, എനിക്ക് മറ്റേ ചായക്കടയുടെ വേഷം ആർക്കെങ്കിലും കൊടുത്താൽ ഒക്കെ എവിടെയും പറഞ്ഞു, ആ ചായക്കടയുടെ വേഷം ആർക്കെങ്കിലും കൊടുത്തേക്കാം, ഒത്തിരി പേര് ചാൻസ് ചോദിച്ചു വന്നിരിക്കുക. അപ്പം ഞാനും അങ്ങോട്ട് മറ്റേ പ്രശ്നമൊക്കെ ആയിട്ട് പടത്തിനോട് വരാതെ നിൽക്കുന്ന അവസരമില്ല. അപ്പം അതിനെല്ലാത്തിനും എവിടെയെങ്കിലുമൊക്കെ കൊള്ളിച്ചു പറക്കി ലെവലായിട്ട് പോകുന്നൊരു നല്ലൊരു ഡയറക്ടറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പടം എനിക്ക് പറയാനുള്ള വൻ വിജയമൊന്നും അല്ല. ഈ സബ്ജക്റ്റും ഞാൻ നാദർഷയോട് സംസാരിച്ചപ്പം നമുക്ക് കൊച്ചിയുമായി ബന്ധപ്പെട്ട് ശരിക്കും കണക്ട് ചെയ്യുന്ന ഒരു സിനിമയാന്ന് പറഞ്ഞു. അത് റിലീസ് പല ഡേറ്റും മാറ്റി വെച്ചപ്പോഴും ഒരു സംശയം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം നാദർഷയൊക്കെ പറഞ്ഞു ഇത് ഏത് സമയത്തും റിലീസ് ചെയ്യാം. അതാണ് ഈ സിനിമയുടെ ഒരു ഏറ്റവും വലിയ പോയിന്റ്, ഏത് സമയത്തും റിലീസ് ചെയ്യാമെന്നാണ് പറഞ്ഞു. മാറ്റി പോയപ്പോൾ നമുക്ക് ഒരു ചില കഥകൾ ആ സമയത്ത് പറഞ്ഞില്ലെങ്കിൽ പ്രശ്നമുണ്ടല്ലോ. ഇത് ഏത് സമയത്ത് റിലീസ് ചെയ്യാം എന്ന് പറയുമ്പോൾ തന്നെ ഈ കഥ ഗംഭീരമായിരിക്കും. അത് കൊച്ചിയിലുള്ളവർക്ക് പെട്ടെന്ന് അത് വർക്കൗട്ട് ആവുന്ന ഒരു സബ്ജക്റ്റാണ്. കൊച്ചിയിൽ മാത്രമല്ല, കൊച്ചിയിലുള്ള പെട്ടെന്നാവും. പക്ഷെ ഇവിടെ വരാത്തവരാരും ഇല്ലല്ലോ, ലോകത്തെ ഏത് മലയാളിയും കൊച്ചി വരാതെ പോയിട്ടില്ലോ. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കണക്ട് ചെയ്യുന്നുള്ള ഒരു കാര്യം സംശയമില്ല. എങ്ങനെ ഉണ്ടായിരുന്നു ലൊക്കേഷൻ? ഇവരൊക്കെ നല്ല സീനിയർ ആളുകൾ കുറെ പേരുണ്ടായിരുന്നു ഇല്ലേ? അതെ, ഞാൻ നേരത്തെ പറഞ്ഞു എനിക്ക് ഈ കഥ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പണ്ടത്തെ കാലത്തെ കഥയാണെങ്കിലും പണ്ടത്തെ ഇവരുടെ എക്സ്പീരിയൻസ് ആണെങ്കിലും വേറൊരു ലോകം തന്നെയാണ് അപ്പോഴത്തെ സിനിമ എന്ന് പറയുമ്പോൾ. ഈ കേട്ടിട്ട് അറിയുന്ന കഥകൾ മാത്രമേ ഉള്ളൂ. എൻ്റെ അച്ഛനും അങ്ങനെ തന്നെയായിരുന്നു. പണ്ടത്തെ സിനിമയുടെ കഥ കേൾക്കാനും പറയാനൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ സെറ്റിലെത്തിയപ്പോഴും ഫസ്റ്റ് തിങ് അതായിരുന്നു, ആരാണ് കഥ പറയുന്നത്. അപ്പോൾ നാദർഷ സാർ ആണെങ്കിലും റാഫി സാർ ആണെങ്കിലും ഒരുപാട് പണ്ടത്തെ ഈ കഥ പറയുന്നത് കേൾക്കാൻ ഭയങ്കര രസമാണ്. പിന്നെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചാകുമ്പോൾ ഞങ്ങളുടെ തന്നെ ഇറ്റ് വാസ് റിയലി ഫൺ. എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനാണെങ്കിലും സംസാരിക്കുകയാണെങ്കിലും ഭയങ്കര നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഓൾ ടുഗെദർ ഇറ്റ് വാസ് എ റിയലി ഫൺ എക്സ്പീരിയൻസ്. കുറേ ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഡാൻസ് ഞാൻ ഇതുവരെ മൂവിയിൽ മകളിൽ ചെറുതായി ഒന്നും ചെയ്തു, പക്ഷേ ഒരു ഫുള്ളായി ഒരു സീക്വൻസ് പോലെയൊന്നും അങ്ങനെയൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ലേ, അത് ചെയ്യാൻ പറ്റി. പിന്നെ ആക്ഷൻ ചെയ്തിട്ടില്ല, പക്ഷെ ആക്ഷൻ ചെയ്യുമ്പോൾ ഇങ്ങനെ മാറി നിൽക്കാൻ പറ്റി. ആക്ഷൻ ചെയ്യുന്നുണ്ട് ഇപ്പൊ, അതെ പറയണില്ല. അതെ, കല്ലുകൊണ്ടൊരു പെണ്ണെന്നൊക്കെ പറയില്ലേ മറ്റേ ആ പടത്തിലെ വിജയശാന്തി, അല്ല എനിക്കിത്തിരി സങ്കടമാണ്. കാരണം അല്ല എന്താ സങ്കടം എന്ന് വെച്ചാൽ നമ്മള് ഒരാൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുക, അപ്പൊ നമ്മളിങ്ങനെ മാറി നിന്ന് ഹെൽപ്ലെസ് ആയി നിൽക്കുക. പക്ഷെ അപ്പൊ നമ്മൾ ഒരു 2 അടി കൊടുക്കണം എന്നുള്ളൊരു ചിന്ത റെഗുലർ ലൈഫിലുള്ള പോലെയാണ്. പക്ഷെ അത് ഇനി ചെയ്യും, എനിക്ക് കുഴപ്പമില്ല. അതെ, ഇനി ചെയ്യും. ഇവരൊക്കെ ഭയങ്കര അടിയാണ്. ചെയ്തല്ലേ പറ്റുള്ളൂ. ഇതിലൊരു നായികയാണ് അല്ലേ? ഇത് ഭയങ്കരമായിട്ട് നമ്മൾ അഭിനയിച്ച് ഫലിപ്പിച്ചിട്ടുണ്ടെന്നാണ് എന്നോട് നാദർഷയൊക്കെ പറഞ്ഞത് കണ്ടു കഴിഞ്ഞപ്പോൾ. പക്ഷെ ഒരു നായിക കഥാപാത്രത്തിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രേക്ഷകർ എങ്ങനെയാണ് ഏറ്റെടുക്കുക എന്നൊരു ചിന്താഗതിയൊക്കെ എപ്പോഴും ഉണ്ടാവില്ല. ചെറിയ സീനുകൾ ചെയ്തു പോകുന്ന പോലെ അല്ലല്ലോ. ഈ കഥ കേട്ട് വരുമ്പോൾ നമ്മൾ തന്നെ നായികയെന്ന് ചിന്തിച്ച് നാദർഷയൊക്കെ വിളിക്കുമ്പോൾ എങ്ങനെ ഉറപ്പിച്ച് ഞാൻ തന്നെയാണോ എന്നൊരു സംശയം ഉണ്ടായോ? ആ ഒരു ഒബ്വിയസ്ലി ആ ഒരു ചിന്തയുണ്ട്. കാരണം ലീഡ് റോൾ അങ്ങനെ ചെയ്തിട്ടില്ല. ആക്ട് ചെയ്യാൻ പറ്റിയ നല്ല ക്യാരക്ടേഴ്സ് ആയിരുന്നു ഇത്രയും കാലം ചെയ്തത്. ഹീറോയിൻ എന്ന് പറയുന്ന ഒരു കാറ്റഗറി എങ്ങനെയായിരിക്കും എനിക്ക് തോന്നുന്നു ആ ഒരു ചിന്തയിൽ ഉണ്ടായിരുന്നില്ല. ഹീറോയിൻ ക്യാരക്ടർ അങ്ങനെ ഉണ്ടായിരുന്നില്ല. എപ്പോഴും നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം, നല്ലോണം അഭിനയിക്കാനുള്ള സ്കോപ്പുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം, അങ്ങനെയായിരുന്നു. ആ ഒരു ഇതിൽ ആലോചിക്കുമ്പം ഇതിൽ കുറച്ച് എക്സ്റ്റെൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അത്രയും ചാലഞ്ചിങ്, അത്രയും അഭിനയിച്ച് ഫലിപ്പിക്കുക അങ്ങനെ എന്താ സാർ പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ അത്രയും ഉണ്ടോയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അത്രയും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു റെഗുലർ സിറ്റി ഗേൾ ആണ്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് മോട്ടീവാണ് ജാനകിയുടെ.
എനിക്കറിയാം, കാരണം സിമിലർ റേഞ്ച് കുറച്ചും കൂടി എന്നെക്കാട്ടും കുറച്ചും കൂടി ഏജ് റേഞ്ച് കൂടുതലാണെങ്കിൽ എന്താണ് ആൾക്കാർ രണ്ടുപേരും എല്ലാരും ചിരിക്കാണ്, കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കാന്നാ പറയണത്. സംസാരം കയ്യിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കാന്നാ പറയണത്. ഇല്ല കറക്റ്റാ പറഞ്ഞോ. അല്ല അവിടെ തന്നെ തുടർന്നാ മതി. പിന്നെ അപ്പൊ റെപ്യൂട്ടേഷൻ വന്ന് അവര് എഡിറ്റ് ചെയ്തോളേ പറഞ്ഞു. ഇപ്പൊ എവിടെ നിന്ന് തുടങ്ങും? ഏജ് ക്യാരക്ടർ ഏജ് കുറച്ച് കൂടുതലാണ്. മോട്ടീവ് ഒന്നാണ് ലൈക്ക് കഴിഞ്ഞു, അത്രേ ഉള്ളൂ. അല്ല അപ്പൊ Interesting motive എനിക്കറിയാം ആണ് ഇൻട്രസ്റ്റിംഗ് as a മോട്ടീവാണ്. character. കാരണം ഐ ഡോണ്ട് നോ കുറെ ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നവരാണോ. ജാനകി ഡെസ്റ്റിനേഷൻ എന്താണെന്നുള്ളതാണ് ഇൻട്രസ്റ്റിംഗ്. മെത്തേഡ്സ് ഒക്കെ കാണുമ്പോൾ മനസ്സിലാവും എന്തായിരുന്നു എന്ന്. പക്ഷെ ഇന്റേർണലി എന്താണോ ജാനകിക്ക് വേണ്ടത്, ദാറ്റ് ഇസ് വെരി ഇൻട്രസ്റ്റിംഗ്. ദാറ്റ് വാസ് ദ ഫസ്റ്റ് പോയിന്റ് ഓഫ് കണക്ട് ഫോർ മീ. എന്ത് ആവശ്യമുണ്ടോ അത് എന്ത് ചെയ്താലും നേടിയെടുക്കും. അതെ, എന്താണ് ആവശ്യം എന്നുള്ളതാണ് പ്രൈമറിലി. എന്താണെന്ന് ഞാൻ ഇപ്പം പറയുന്നില്ല. കണ്ടിട്ട് എന്താണെന്ന് ആവശ്യം ഞങ്ങൾ കണ്ടോളാം. അതെ അതെ, ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഭയങ്കര ആ ഒരു ഇറ്റ് കംസ് ഫ്രം എ പോയിന്റ് ഓഫ് ലവ് ആൻഡ് ഇറ്റ് കംസ് ഫ്രം എ പോയിന്റ് ഓഫ് ലവ്. ഈ എന്താവശ്യവും നമ്മൾ നേടിയെടുക്കുന്ന സിനിമ കണ്ടിട്ട് നമ്മൾ തീരുമാനിക്കാം. ഇനി നമ്മൾ കണ്ടു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു കുട്ടി നമുക്കുണ്ടായിരുന്നു, അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന ഒരു ആളുടെ മോൾ ഇങ്ങനെയായിരുന്നു, നമുക്ക് അങ്ങനെ ചിന്തിക്കാനും കൂടെ പറ്റുമ്പോൾ ആ ക്യാരക്ടർ വലിയ വിജയമായിരിക്കും. അങ്ങനെ ചിന്തിക്കാൻ തോന്നുന്നില്ല. ഇങ്ങനെ വേണ്ടായിരുന്നു ചിന്തിക്കുമല്ലോ. അത് പടം കാണുമ്പോൾ അതെ, കണ്ടാ മതി. അതെ, എന്തായാലും നല്ലൊരു സിനിമയിലെ ഭാഗമായി. അതാണ് ഏറ്റവും ഇവിടെ ഇരിക്കാൻ പറ്റുന്നത്. അതെ നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ നല്ല ക്യാരക്ടറായി. ഇനി ജാനകി ഒന്ന് അറിയട്ടെ, അതെ, ആ പേരിൽ അറിയപ്പെടട്ടെ അല്ലേ? അതെ. അതാണ് നമ്മുടെ എല്ലാ ആഗ്രഹം. ഒരു സിനിമയുടെ പേരിൽ അറിയപ്പെടുന്നത് എത്ര അറിയപ്പെട്ടാലും അതായിരിക്കും ഏറ്റവും നല്ലത്. ഭയങ്കര അതൊരു ഭയങ്കര ടച്ചിങ് കാര്യം തന്നെയാണ്. ആരെങ്കിലും വന്നിട്ട് ടീനോ മോൾ അല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഭയങ്കര ഞാൻ പ്രകാശിൽ കണ്ട ആ ഒരു എക്സൈറ്റ്മെന്റ് ഇപ്പോഴും ഉണ്ട്. അതെ, ഈ പേരിൽ ഇറങ്ങണം, അതാണല്ലോ നമ്മുടെ ആവശ്യം. ഈ പുതിയ ആളുകൾ കുറെ പേര് ഓഡിഷനൊക്കെ വന്നിരുന്നു, ഈ സിനിമയ്ക്ക് ഓഡിഷനിലൊക്കെ വന്നായിരുന്നു. അവിടെയൊക്കെ ഓഡിഷനിൽ പങ്കെടുത്തപ്പോൾ ഇതിൽ പങ്കെടുത്തോ? ഞാനാ ഓഡിഷനിൽ പങ്കെടുത്തിട്ടില്ല. കുറെ ഓഡിഷനിൽ പങ്കെടുത്തിട്ടില്ലേ? ഓഡിഷൻസ് വേറെ ചെയ്തിട്ടുണ്ട്. കുറച്ച് വെബ് സീരീസിനും സിനിമയ്ക്ക് വേണ്ടി 1-2 കിട്ടിയിട്ടുണ്ട്. പിന്നെ പിന്നെ അതൊന്നും വർക്ക്ഔട്ട് ആയില്ല. പക്ഷെ ഓഡിഷൻ പ്രോസസ്സ് ഞാൻ 1-2 ആക്ടിങ് വർക്ക്ഷോപ്സും അതൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇതിന്റെ പ്രിപ്പറേഷൻസും പരിപാടിയൊക്കെ പഠിക്കാനായിട്ട് അവിടെ നിന്ന് തന്നെ ഏതെങ്കിലും കാസ്റ്റിംഗ് ഡയറക്ടേഴ്സിനെ കണക്ട് ചെയ്യും. അങ്ങനെയൊക്കെ പോയി ഓഡിഷൻസ് കൊടുക്കുന്നുണ്ട്. എനിക്ക് ഈ സിനിമയിൽ വരുമ്പം വാപ്പച്ചിയായിട്ട് കണക്ഷൻ ഉള്ളവരെല്ലാവരും അല്ലേ? ഇപ്പോൾ ജാഫ്നാണെങ്കിലും എല്ലാവരും വാപ്പച്ചിയായിട്ട് കണക്ഷൻ ഉള്ള. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ഹെൽപ്പ് എങ്ങനെയായിരുന്നു? ഇവര് ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു. ഇപ്പോൾ ജാഫ്രിക്ക എനിക്ക് നമ്മൾ ഷൂട്ട് തുടങ്ങുന്നതിന് മുമ്പ് ഈ പാട്ട് കല്യാണ പാട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ പിന്നീട് ആഡ് ഓൺ ചെയ്താ. അപ്പോഴാണ് ഇങ്ങനെ ഡാൻസ് കളിക്കേണ്ടി വരും എന്നൊക്കെ അറിഞ്ഞത്. അപ്പൊ ഇത് ഷൂട്ട് കഴിഞ്ഞ് ഞാൻ കയ്യിൽ നിന്നൊക്കെ പോയി എന്താ ഇത് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ ഡാൻസ് ഒക്കെ ചെയ്ത് കാണണേ. അപ്പൊ ഇത് പ്രശ്നം എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുകയാണ്, എങ്ങനെ ആൾക്കാർ എടുക്കുമെന്ന് അറിഞ്ഞൂടാ. അപ്പൊ ഒരു ദിവസം ജാഫ്രിക്ക രാത്രി ലൊക്കേഷനിൽ വന്ന് പാട്ട് കണ്ട് എന്നെ ഒന്ന് ഹഗ് ചെയ്ത് ഉമ്മൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഒരു കോൺഫിഡൻസ് കിട്ടിയത്. അപ്പോൾ എനിക്കറിയില്ല, ഇനി ഞാൻ ടെൻഷൻ അടിച്ച് നിൽക്കണോണ്ട് ചെയ്താണ്. അല്ലല്ല, ഞാൻ പറഞ്ഞില്ല ആ ഇന്റർവ്യൂല് ഞാൻ പാട്ട് വേണ്ടത് കണ്ടതാ. എല്ലാരും കണ്ടില്ലേ? പിന്നെ എല്ലാരും കണ്ടല്ലേ? അത് എന്ത് റീച്ചിലേക്ക് എത്തിയെന്നറിയോ? ആ പാട്ടും ആ ഡാൻസും. ആ പാട്ട് ഭയങ്കരമായിട്ട് ഹിറ്റ് അടിച്ച പാട്ടാണ്. ആ പാട്ടിന്റെ ഒരു ഹിറ്റ് ഉണ്ടല്ലോ, അത്രയും ഹിറ്റ് അടിച്ചൊരു മുസ്ലിം പാട്ടാണ്. ആ പാട്ട് കേൾക്കാത്തവർ ആരും ഉണ്ടാവില്ല. അവിടെ നിങ്ങൾ ഡാൻസിന് ചിലപ്പോ പൊളിയായി. നമുക്ക് വേണ്ട എന്ന് എന്തെങ്കിലും അറിയണമെങ്കിൽ എന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിൽ അത് അറിയേണ്ട സമയം കഴിച്ചു. അത് ശരിയായിരുന്നു, അറിയേണ്ട സമയമൊക്കെ കഴിഞ്ഞു. ഇത്ര നാൾ ഒരു കമന്റ് പോലും വന്നിട്ടില്ല അങ്ങനത്തെ. ഇത് ആക്ച്വലി ഷൂട്ട് നടക്കണം. ഇത് പാട്ട് കഴിഞ്ഞ ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴായിരുന്നു ഈ ഇൻസിഡന്റ് ഉണ്ടായത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതാ, ഇവരിപ്പോൾ അർജുനാണെങ്കിലൊക്കെ ഓരോ സീൻസ് നമ്മളിങ്ങനെ എന്തെങ്കിലും ഒരു കൺഫ്യൂഷനിലേക്കുമ്പോൾ വന്ന് പറയും, ഇങ്ങനെ ഒന്ന് ചെറുതായിട്ടൊന്ന് ബ്രീത്ത് എടുത്ത് ഇങ്ങനെ ഏതാ വർക്കൗട്ട് ആവും എന്നൊക്കെ ഉള്ള ചെറിയ ചെറിയ സംഭവങ്ങളൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. പിന്നെ അറിഞ്ഞോളൂ. അറിഞ്ഞു കൊടുക്കുന്ന സ്വഭാവം ഉണ്ടെന്ന് എനിക്കറിയാം. അങ്ങനെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കമ്മ്യൂണിക്കേഷനിൽ വെച്ച് പോയാൽ നല്ല രസമായിരുന്നു. തീർച്ചയായിട്ടും. ഇപ്പൊ ഏത് ആരാ വലുത്? ഞാൻ പറഞ്ഞേക്കണ ഫൈറ്റിന് മാത്രമേ ഉള്ളൂ.
ഞാനൊരു ദിവസം എനിക്ക് ഏറ്റവും ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട് കിട്ടിയ ഒരു കമന്റ് അശ്വത്തിന്റെ അടുത്തുനിന്നായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ ഷൂട്ട് ചെയ്യുമ്പോൾ എല്ലായിടത്തും പോയി ചോദിക്കും എങ്ങനെയുണ്ട് ഇത് കറക്റ്റ് ചെയ്യാൻ പറ്റുമോ, ശരിയാക്കണോ എന്നൊക്കെ. അപ്പൊ അശ്വത്ത് ഒരു ദിവസം 2-3 ദിവസം ഇങ്ങനെ എന്നെ എടുത്ത് വിളിച്ചിട്ട് പറഞ്ഞ് അത് ഞാൻ കുറച്ച് ദിവസമായിട്ട് ഒരു കാര്യം പറയണമെന്ന് വിചാരിച്ചിരിക്കുകയാണ്, അങ്ങനെ ഒരുപാട് പേരോടൊന്നും പോയി ചോദിക്കണ്ട. നമ്മൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ കുറെ മിസ്റ്റേക്സ് ഉണ്ടാവും, അത് വന്നോട്ടെ, അത് അടുത്ത പടത്തിൽ കറക്റ്റ് ചെയ്താൽ മതി എന്ന് പറയണ ഒരു സംഭവം പറഞ്ഞു. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. എല്ലാവരോടും പോയി ചോദിച്ചു മൊത്തം പ്രശ്നമാവും. അത് കറക്റ്റായിരുന്നു. ചിലർ വണ്ടി മേടിക്കും, ചിലർ വണ്ടി മേടിക്കാനായിട്ട് വണ്ടി ആദ്യമായിട്ടൊരു വണ്ടി കാറ് സ്കൂട്ടറായിരുന്നു, കാറിലേക്ക് കടന്നു. വീട്ടിൽ ആലോചിച്ചു, മക്കളും ഒക്കെ ആയിട്ട് ആലോചിച്ചു. അവര് മോൻ ഇച്ചിരി ഇതുള്ള മോൻ തന്നെ കിയ ബുക്ക് ചെയ്യാം, അങ്ങനെ അവർ പ്ലാൻ ചെയ്ത് വെച്ചോ കേട്ടോ. ആ കാര്യം ചായക്കട ചെന്നിങ്ങനെ ഇത് അച്ഛൻ എന്നാ അതിന് ഒരു വണ്ടി എടുക്കാൻ പോകാം, പിള്ളേരൊക്കെ ഒരു വണ്ടി എടുക്കും, ഏതാ വണ്ടി എടുക്കണേ അവിടുന്ന് തുടങ്ങി. ഇയാൾ വേറെ കിയ എടുക്കാൻ സമ്മതിക്കില്ല, ഉള്ള എൻ്റെ മരുമോൻ എടുത്തിട്ടുണ്ടല്ലോ ഇത് പറഞ്ഞു. അപ്പം കിയ വേണോ ഇനോവ വേണോ കൺഫ്യൂഷൻ ആയിട്ട് ലാസ്റ്റ് ആർക്കും കാണാൻ കൊള്ളില്ലാത്ത ചന്തയൊക്കെ തള്ളിയൊക്കെ വണ്ടി എടുത്തുകൊണ്ട് വരും. സത്യം അങ്ങനെ നടക്കാറില്ല. അപ്പോൾ ഒത്തിരി അഭിപ്രായത്തിന് പോകരുത്. നമുക്കൊരു സ്റ്റാൻഡ് ഉണ്ടായാൽ മതി. എന്നാൽ ചില ഘടകങ്ങളിൽ ഇപ്പോൾ കണ്ടില്ലേ അർജുൻ രക്ഷപ്പെടുത്തി വിട്ടു എന്നാണ്. അപ്പോൾ അങ്ങനെ ഒരു സാധനം പറഞ്ഞു കൊടുക്കണം. കൂടെ പറയുമ്പോഴൊക്കെ എന്താ രസം. അല്ല, നമ്മൾ എല്ലാവരും അവിടെ ചർച്ച ചെയ്ത് പോകുമ്പോൾ ഒരു സിനിമയ്ക്ക് ഒരു വിജയം ഉണ്ടാവും. പണ്ട് കാലങ്ങളിൽ അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെ കൂട്ടായ ചർച്ചകൾ. നമുക്ക് ഓരോ സീനുകൾ നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കണം, അത് അപ്ഡേറ്റ് ചെയ്യാനും പറ്റും. പുതിയ അത് പറയേണ്ട സ്ഥലത്ത് പറയണം ചേട്ടാ. അതെ, കൃത്യമായിട്ട് പറയേണ്ട സ്ഥലത്ത് തന്നെ. ഇപ്പൊ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കുമ്പോഴാണെങ്കിലും അവിടെ പോയിട്ടൊന്നും പറയാൻ അല്ല, മമ്മൂക്കയുടെ കൂടെ മമ്മൂക്ക നിൽക്കുമ്പോൾ തന്നെ നമുക്ക് ആ മമ്മൂക്ക സ്പേസ് തരാറുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. ഇന്നാളെ പറഞ്ഞു മമ്മൂക്ക സ്പേസ് കൃത്യമായിട്ട് തരുന്നുണ്ടല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. അത് എത്ര വലിയ നടനാണെങ്കിൽ നമുക്ക് നമ്മളിൽ അവർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമുക്കൊന്ന് പറഞ്ഞു തരുമോ.